ഇനി നമ്മുടെ രാജ്യം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി എന്നത് ഊർജ്ജ പ്രതിസന്ധിയാണ്. ഇപ്പോൾ ആവശ്യത്തിനുള്ള കരുതൽ ശേഖരം ഉണ്ട് എന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസമാണ്. അതുമാത്രമല്ല, റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ തയ്യാറെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഏത് രാജ്യത്ത് നിന്ന് ആണ് എങ്കിൽ പോലും ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ ഓയിൽ എത്തിക്കുമ്പോൾ അതിൽ വേരിയേഷനുകൾ ഉണ്ടാകും. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നു എന്നുള്ളത്. ഇറാൻ അവകാശപ്പെടുന്നത് അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചരക്ക് കപ്പലുകളെ മാത്രമാണ് തടയുന്നത് എന്നാണ്. പക്ഷേ ഒരു യുദ്ധ സാഹചര്യത്തിൽ ആ പാതയിലൂടെ കടന്നു പോകുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് പോലും കമ്പനികൾ റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം ഏത് കപ്പലും ഏത് രാജ്യത്തിൻ്റെയും എന്നത് തന്നെയാണ് സാഹചര്യം. അതുകൊണ്ട് തന്നെ ഈ എണ്ണയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രകൃതിവാതകവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടാനും അതിൻ്റെ ലഭ്യത കുറയുവാനും ഉള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പങ്കുവെക്കേണ്ടതായി വരുന്നത് പാചകവാതക വില വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. സിലിണ്ടറിന് 60 രൂപയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നതാണ്. 853 രൂപ ആയിരുന്നു ഒരു സിലിണ്ടറിൻ്റെ പഴയ വില എങ്കിൽ ഇനി മുതൽ 913 രൂപ പുതിയ സിലിണ്ടറിന് നൽകേണ്ടതായി വരും. വാണിജ്യ സിലിണ്ടറിന് 115 രൂപ കൂടി കൂടുന്ന സാഹചര്യം ആണ് ഉള്ളത്. തീർച്ചയായും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ER രാഗേഷ് ആണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. രാഗേഷ്, പ്രതീക്ഷിച്ചിരുന്നതാണ് വില വർദ്ധിക്കുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഗൗരവതരമാണ് ലഭ്യതക്കുറവ്. അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ വില വർദ്ധിക്കുന്നു. എത്ര രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത്? ഇതിൽ കേന്ദ്രത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ, ഏത് പശ്ചാത്തലം എന്നത് സംബന്ധിച്ച പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുള്ളൂ? അഭിലാഷ്, പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ വില വർധനവ്. കാരണം യുദ്ധം എങ്ങനെ സാധാരണക്കാരനെ ബാധിക്കുന്നു, അടുക്കളയെ ബാധിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വില വർധന. കാരണം 60 രൂപയാണ് ഇപ്പോൾ ഗാർഹിക സിലിണ്ടറിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ കാര്യത്തിലാണെങ്കിൽ അത് 115 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കേരളത്തിൽ 922 രൂപ നൽകണം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്. രാജ്യത്തെ മറ്റു പല നഗരങ്ങളിലെ വില ഇങ്ങനെയാണ്. ഡൽഹിയിൽ ഏതാണ്ട് 913 രൂപ നൽകണം. നേരത്തെ അത് 853 രൂപയായിരുന്നു. മുംബൈയിൽ വരുമ്പോൾ 852 രൂപ 50 പൈസ ഉണ്ടായിരുന്ന 912 രൂപ 50 പൈസയായി മാറിയിട്ടുണ്ട്. കൊൽക്കത്തയിൽ അതിനേക്കാൾ കൂടുതൽ വില നൽകണം. 930 രൂപ നൽകിയാൽ മാത്രമേ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ കൊൽക്കത്തയിൽ ലഭ്യമാകൂ. ചെന്നൈയിൽ 928 രൂപ 50 പൈസ. ഇതാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ വില. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ സർക്കാർ ഇന്നലെയൊക്കെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം വന്നിരുന്നത് അത്തരത്തിൽ പാചകവാതകത്തിന് ക്ഷാമം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ, നീണ്ടുപോകുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് എണ്ണ കമ്പനികളെ പ്രേരിപ്പിച്ചിരിക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ പാചകവാതകം ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. ചൈന കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ LPG ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതിൽ തന്നെ ഏതാണ്ട് 90% ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളെ ആശ്രയിച്ചാണ് ഇന്ത്യയിലേക്ക് പാചകവാതകം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ ക്ഷാമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് എണ്ണ കമ്പനികൾ കടന്നിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഉൽപ്പാദനം കൂട്ടണം എന്ന നിർദ്ദേശമൊക്കെ തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എണ്ണ കമ്പനികൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. നിലവിൽ ഏതാണ്ട് 1-1.5 മാസമോ സ്റ്റോക്ക് ഉണ്ടായേക്കാം. പക്ഷേ യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അതായിരിക്കില്ല സാഹചര്യം. ഇതുകൂടി എല്ലാം ഈ വില വർധനയെ ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്തകളാണ്. കാരണം ഈ സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എണ്ണ നീക്കം അടക്കമുള്ളവയെ അതിനെ വലിയ തോതിൽ ബാധിക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന് ഖത്തറിൻ്റെ കാര്യമാണ്. ഖത്തറിൽ നിന്നാണ് ഇന്ത്യ ഏറ്റവും കൂടുതലായി ഇത്തരത്തിൽ LNGയും LPGയും ഒക്കെ തന്നെ ഇറക്കുമതി ചെയ്യുന്നത്. അതിൻ്റെ പ്രവർത്തനം ഈ യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം ഇറാൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണമൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ ഖത്തർ ഇതിൻ്റെ ഉൽപ്പാദനം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് ഇപ്പോൾ എണ്ണ കമ്പനികളെ പ്രേരിപ്പിച്ചിരിക്കുന്ന എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ഈ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും വലിയ വിലവർധനവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ട്. അത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറുകളുടെ കാര്യത്തിൽ പക്ഷേ അത്തരമൊരു നീക്കം എണ്ണ കമ്പനികളുടെ ഭാഗത്തുണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം, അതായത് ഫെബ്രുവരി 1-ാം തീയതി 49 രൂപ വർദ്ധിപ്പിച്ചത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഏതായാലും 60 രൂപ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വർധന വരുത്തിയിരിക്കുന്നു. 115 രൂപ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെയും വർധന വരുത്തിയിരിക്കുന്നു. അപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടുള്ളത് നിലവിൽ ക്ഷാമമൊന്നുമില്ല, പ്രതിസന്ധിയില്ല എന്നുള്ളത് തന്നെയാണ്. അഭിലാഷ്.
യെസ്, തീർച്ചയായും യുദ്ധത്തിന്റെ പ്രതിഫലനം കേരളത്തിലെ സാധാരണക്കാരെ പോലും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നതിന്റെ ഒരു നേർചിത്രമായി നമുക്ക് ഈ ഗ്യാസിന്റെ വിലവർദ്ധനവിനെ കാണാൻ സാധിക്കും. അവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ഇത് ഗാർഹിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വാണിജ്യ സിലിണ്ടറുകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ LNG മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നുകൂടിയാണ്. അത് വ്യവസായശാലകൾ പ്രധാനമായും ഉപയോഗിക്കുന്നുണ്ട്, വൈദ്യുതി ഉൽപ്പാദനത്തിന് ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്, വളം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, ഗതാഗത ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒപ്പം ഖത്തറിന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഖത്തർ എനർജി അത് പൂർണ്ണമായും ഇപ്പോൾ LNGയുടെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ് ഗൗരവതരമാക്കി മാറ്റുന്നത്. ഇന്ത്യയുമായി വലിയ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള ഖത്തർ എനർജി എന്നതും എടുത്തു പറയേണ്ടതാണ്. ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള പെട്രോനെറ്റ് LNGക്ക് ദീർഘകാലത്തിലുള്ള കരാറുണ്ട്. ഏതാണ്ട് 2048 വരെ 7.5 ദശലക്ഷം ടൺ LNG ആണ് ഖത്തറിൽ നിന്ന് ലഭ്യമാക്കേണ്ടത്. അപ്പോൾ ഈ നിർമ്മാണം നിർത്തിവെക്കുന്നു എന്നത് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഷോർട്ടേജിനുള്ള സാധ്യത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അമിത ഉപയോഗം ഉൾപ്പെടെ നിയന്ത്രിക്കേണ്ട കർശനമായ നിലപാടുകളിലേക്ക് ഒരു പക്ഷേ പോയേക്കാം. അതൊരു സാധ്യത മാത്രമാണ്. അതിനുള്ള പരിഹാരങ്ങൾ തീർച്ചയായും നമ്മുടെ ഭരണകൂടങ്ങൾ തേടുന്നുമുണ്ടാകും. അതേസമയം സ്വർണ്ണവിലയിലേക്ക് വരുമ്പോൾ സ്വർണ്ണവില ഒരു പക്ഷേ ഈ യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ സ്വർണ്ണവില കുതിച്ചു കയറും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എങ്കിൽ പോലും അങ്ങനെയല്ല ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്വർണം ഒരു നിക്ഷേപം എന്ന നിലയിൽ സംഭരിച്ചിട്ടുള്ളവർ അത് വിറ്റഴിക്കുന്ന ഒരു സാഹചര്യത്തിൽ വലിയ വില വർധനവില്ല. അതേസമയം ഇന്ന് വില വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയാണുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.